ലാറാവലിന്റെ എക്സ്റ്റൻഷനെ പറ്റി. അപ്പോൾ ലാറാവൽ ലാസ്റ്റ് മൺഡേ ഒരു എക്സ്റ്റൻഷൻ ലോഞ്ച് ചെയ്തു. അപ്പൊ അത് എന്താന്ന് വെച്ചാൽ ലാറാവൽ ന്യൂസ്. ഇപ്പോൾ ലാറാവൽ ന്യൂസ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ട്, ഓരോ അപ്ഡേറ്റുകളൊക്കെ കാണിക്കുന്ന. അപ്പൊ അതിൻ്റെ അകത്തു നിന്നുള്ള അവരുടെ ബ്ലോഗ് പോസ്റ്റ് ആയിട്ട് കാണിച്ചു തരാം. ലാറാവൽ വി എസ് കോഡ് എക്സ്റ്റൻഷൻ പബ്ലിക് ബീറ്റ. ഇത് ശരിക്ക് പബ്ലിക്കായിട്ട് ഇത് ആക്ച്വലി സ്റ്റേബിൾ ആയിട്ടില്ല ഇതുവരെ. നമ്മളൊരു പബ്ലിക് ബീറ്റ ആണ് കണ്ടത്, ഡൗൺലോഡ്സ് ഒക്കെ വളരെ കുറവാണ്. അപ്പൊ ഇത് കഴിഞ്ഞ ലാസ്റ്റ് ലാറാക്കോൺ യു എസിൽ അനൗൺസ് ചെയ്തതായിരുന്നു. അപ്പൊ ഇതിലെന്താന്ന് വെച്ചാൽ നമ്മൾ ഓട്ടോ കംപ്ലീറ്റിനൊക്കെ നമ്മൾ വി എസ് കോഡിന്റെ കുറെ എക്സ്റ്റൻഷൻസ് യൂസ് ചെയ്യായിരുന്നല്ലോ ചെയ്തത്. അതായത് കുറെ ലാറാവൽ നടിക്കുമ്പോൾ കുറെ തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു. കാരണം അവരുടെ ഒഫീഷ്യൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തേർഡ് പാർട്ടി ആയിരുന്നു ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിൽ കുറെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പല ലാറാവൽ ഡെവലപ്പേഴ്സും പി എച്ച് പി സ്റ്റോൺ പോലത്തെ പി എച്ച് പിക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന എഡിറ്റേഴ്സ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ലാറാവൽ ഒഫീഷ്യൽ വന്നതുകൊണ്ട് കുറെ എന്ത് എന്നിട്ടുണ്ട്, കുറെ സംഭവങ്ങൾ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ടുണ്ട്. ഇപ്പൊ ആപ്പ് ബൈൻഡിങ്, ഇപ്പൊ ഞാനിവിടെ ചെയ്ത സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഈ ഈ സംഗതിയൊക്കെ നമ്മൾ ഓൾറെഡി ഇത് വെച്ചിട്ട് വന്നിരുന്നു. ഇത് കുറച്ചും കൂടെ ഇതായിട്ട് കണ്ട ത്രോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ത്രോട്ടിലെ മിഡിൽ വെയറിലേക്ക് വന്നു. അപ്പൊ ഇത്തരം ആപ്പ് ബൈൻഡിങ്സ്, അസറ്റ്സ്, നമ്മൾ എവിടെയെങ്കിലും അസറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേഔട്ട് ലേഔട്ട് ഡോട്ട് ബ്ലേഡിന്റെ അകത്ത് നമ്മൾ എവിടെയെങ്കിലും അസറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലേഔട്ട് മെയിൻ ഡോട്ട് ബ്ലേഡ് നമ്മുടെ ഈ അസറ്റുകളൊക്കെ നമുക്ക് കറക്റ്റ് റോട്ടിലേക്കൊക്കെ പോകാൻ പറ്റും. അതുപോലെ കോൺഫിഗ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇവർ ഓട്ടോ കംപ്ലീറ്റും പിന്നെ അതുപോലെ നമുക്ക് അതിന്റെ ഡയറക്റ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് ഓൾറെഡി. ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബാക്കിയുള്ള എക്സ്റ്റൻഷൻസ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ലാറാവലിനായിട്ടുള്ള നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ ഒരു സിംഗിൾ എക്സ്റ്റൻഷൻ മതിയാവും നമുക്ക് ബ്ലേഡ് റെഡിയാക്കാനും മറ്റേനൊക്കെ. പറഞ്ഞ പോലെ ഇതിൽ ഡൗൺലോഡ്സ് കുറവാണ്, ഇപ്പൊ വരുന്നേ ഉള്ളൂ. അപ്പോൾ അതിന്റെ ബീറ്റയോ ആണ്, അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എനിക്ക് അതിൽ എറർ വരുന്നു. എറർ പോപ്പപ്പ് എറർ വരുന്നു. ഞാനപ്പോ അതുകൊണ്ട് അത് ഇപ്പൊ ഇത് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഇതായിരിക്കും നിങ്ങൾക്ക് വേണ്ട എക്സ്റ്റൻഷന്. വിൻഡോസിന്റെ ഡിപ്പെൻഡൻസി ആയിട്ടുള്ള മറ്റേ വിഷ്വൽ സി പ്ലസ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് സാധനങ്ങളുണ്ട്. ആ അതുകൊണ്ടായിരിക്കും. ഒന്ന് വിൻഡോസ് അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് നോക്കിയാൽ മതി. അല്ലാണ്ട് ഇപ്പൊ റിപ്പോർട്ട് ചെയ്ത് ഇതിന്റെ എറർ ആയിരിക്കൂല, നിങ്ങളുടെ വി എസ് കോഡിന്റെയും നിങ്ങളുടെ ഒ എസിന്റെയും എറർ ആയിരിക്കും. ഞാൻ ഓക്കെ ഉദ്ദേശിച്ചത് ഓക്കെ. ഇവര് ഓട്ടോ വിൻഡോസ് കംപ്ലീറ്റ്. അപ്ഡേറ്റഡ് ആണ്. ലാസ്റ്റ് ആയിട്ട് സാറ്റർഡേ സൺഡേ എന്തോ അപ്ഡേറ്റ് ചെയ്തിട്ടായിരുന്നു. ഓക്കെ. അത് കഴിഞ്ഞ് ഇനി വി എസ് കോഡിന്റെ അപ്ഡേഷൻ എന്തെങ്കിലും ഉണ്ടോന്ന് അത് അറിയില്ല. ഓക്കെ. അത് നോക്കണം. അല്ല, അത് വിഷ്വൽ സ്റ്റുഡിയോ മറ്റേ ഡോട്ട് നെറ്റ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞ കുറച്ച് സാധനങ്ങൾ അതിനകത്തുണ്ട്. ആ അപ്പൊ അത് വർക്ക് ചെയ്യാത്തതായിരിക്കാം, മേ ബി, അറിയില്ല. ഇനി ഇതിന്റെ ഇഷ്യൂ ഉണ്ടാവാം. ഇതിന്റെ ഇഷ്യൂ എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിൽ എക്സ്റ്റൻഷൻ വർക്ക് ചെയ്യാണ്ടിരിക്കുന്ന ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. ഇതിന്റെ അകത്തുള്ള ആ ആ. ഓപ്പറേഷൻസിലാവും ഫിക്സ് വരാൻ, ബഗ് വരാൻ സാധ്യത. ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. നമ്മൾ വളരെ ഒരു ഷോർട്ടായിരുന്നു.